But government of Karnataka officer said this is purely belongs to government property. It's a GBA property. That's why we have to did the demolition. So, can you the government of Karnataka make a audit in Karnataka city regarding this how many of them? So the government. So കർണാടകയിലെ സർക്കാരും കോൺഗ്രസ് പാർട്ടിയും മുസ്ലിം വിരുദ്ധരാണ്, ന്യൂനപക്ഷ വിരുദ്ധരാണെന്ന് വരുത്തി തീർക്കാൻ രാത്രിക്ക് രാത്രി ഇവിടുന്ന് വണ്ടിയും പിടിച്ചു പോയ DYFI നേതാവ് A. റഹീം അവിടുത്തെ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മുൻപിൽ തേഞ്ഞൊട്ടി നിൽക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടത്. A. റഹീമിന് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാഞ്ഞിട്ടല്ല, ഒരു പാർലമെൻറ്റേറിയനായ അദ്ദേഹം ലോക്സഭയിൽ ഇംഗ്ലീഷിൽ വടിവൊത്ത രീതിയിൽ സംസാരിച്ച് സംഘപരിവാറിനെ വിറപ്പിച്ചിട്ടുള്ളത് സോഷ്യൽ മീഡിയയിലെ സൈബർ സഖാക്കളുടെ പേജുകളിലൂടെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് സംസാരിക്കാനൊന്നും ഒരു പ്രശ്നവുമില്ലാത്ത, ഒരു മടിയുമില്ലാത്ത A. റഹീം ഇവിടെ മാധ്യമങ്ങളുടെ ഇംഗ്ലീഷ് ചോദ്യത്തിന് മുന്നിൽ ബബ്ബ അടിക്കുന്നത് എന്താണെന്നറിയോ? അത് ഇംഗ്ലീഷ് വശമില്ലാഞ്ഞിട്ടല്ല, മറിച്ച് കോൺഗ്രസിനെ ന്യൂനപക്ഷ വിരുദ്ധരായി ചിത്രീകരിക്കാൻ ഇറങ്ങി പുറപ്പെട്ടിട്ട് അത് പിടിക്കപ്പെട്ടതിൻ്റെ ജാള്യതയാണ് A. റഹീമിനെ കൊണ്ട് ബബ്ബ അടിപ്പിക്കുന്നത്. യഹലങ്കയിൽ കുടിയൊഴിപ്പിക്കപ്പെട്ടവർക്ക് പുനരധിവാസം നടപ്പാക്കുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട നിർണായകമായ യോഗം നടക്കാനിരിക്കുകയാണ്. അതിന് തൊട്ടു മുമ്പാണ് റഹീമും സംഘവും അവിടെ എത്തിക്കൊണ്ട് ഈ വിധത്തിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ശ്രമിച്ചത് എന്നാണ് ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. കാരണം എന്താണെന്നറിയോ? A. റഹീമും കൂട്ടരും പറയുന്ന വിഷയം എന്താണ് എന്ന് ജനങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ മനസ്സിലായിട്ടുണ്ട്. കർണാടകയിലെ ബംഗളൂരുവിന് സമീപമുള്ള യഹലങ്കയിൽ 1000-ഓളം മുസ്ലിം കുടുംബങ്ങളെ ബുൾഡോസർ വെച്ച് അവരുടെ വീടുകൾ ഇടിച്ചു നിരത്തി അവിടുത്തെ സർക്കാർ, സിദ്ധരാമയ്യ സർക്കാർ, DK ശിവകുമാർ എന്ന കോൺഗ്രസിൻ്റെ നെടുനായകൻ നേതൃത്വം കൊടുക്കുന്ന അവിടുത്തെ കോൺഗ്രസ് സർക്കാർ, മതനിരപേക്ഷ സർക്കാർ പിടിച്ച് പുറത്താക്കി ബുൾഡോസർ രാജ് നടത്തി ന്യൂനപക്ഷങ്ങളെ, മുസ്ലിങ്ങളെ വേട്ടയാടി എന്നുള്ളതായിരുന്നു ആ നെറേറ്റീവ്. ഈ നെറേറ്റീവ് ശരിക്കും പറഞ്ഞാൽ തുടങ്ങി വയ്ക്കപ്പെട്ടത് കർണാടകയിൽ തന്നെ ചില സംഘപരിവാർ ഗ്രൂപ്പുകളിലാണ്. കാരണം മുസ്ലിങ്ങളെ നിങ്ങൾ അനുഭവിച്ചോ, നിങ്ങൾ കോൺഗ്രസിനെ തിരഞ്ഞെടുത്തിട്ട് അവർ നിങ്ങൾക്കിട്ട് തന്നെ പണിതില്ലേ എന്ന് ഒരു ആക്ഷേപഹാസ്യ രൂപത്തിലാണ് BJPക്കാർ ഈ പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്തത്. പക്ഷെ പൊടുന്നനെ അത് CPMകാർ ഏറ്റെടുത്തു. ഏത് CPM? കേരളത്തിലെ CPM. എന്താണ് അതിന് കാരണം? ആ കാരണം പരിശോധിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ബുൾഡോസർ രാജിനെതിരെ സംസാരിച്ചത്, അല്ലെങ്കിൽ കർണാടകയിൽ ന്യൂനപക്ഷങ്ങളെ അവിടുത്തെ സർക്കാർ അടിച്ച് പുറത്താക്കുകയാണ് എന്ന നിലയിലൊരു നെറേറ്റീവ് കേരളത്തിലെ CPM ഉൾപ്പെടെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തിയതിന് അവിടുത്തെ ഉപമുഖ്യമന്ത്രിയായ DK ശിവകുമാർ കൊടുത്തിട്ടുള്ള ഒരു ചുട്ട മറുപടി നമുക്ക് കാണാം. Unfortunate that senior leaders like Pinarayi should know the fact of what is the issue in Bangalore. Some people, they have encroached. It is a waste dump site which was for putting this waste. It is a quarry pit. It is a very dangerous place where a lot of health hazards are there, and there illegally they have tried to occupy some land grabbers. The government and our local MLA also insisted it is very dangerous. We know that we have humanity. We are ready to give them. We have given them opportunity to go to their some new places. They have encroached. All of a sudden they have encroached. None of them are. Only few of them are locals. Other of them are coming and encroached places. So it is a quarry pit for a solid waste management. Senior like Pinarayi should not interfere with such type of affairs. We know. നോക്കുക, ഈ ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ പറഞ്ഞത് വ്യക്തമാണ്, കൃത്യമാണ്. കർണാടകയിലെ അവിടെ ഉപയോഗശൂന്യമായൊരു ക്വാറിയുടെ വലിയ കുഴിയുണ്ട്. നമുക്കറിയാം അവിടെയൊക്കെ ക്വാറികളൊക്കെ ഉപയോഗശൂന്യമായാലും വരുന്നൊരു വലിയ സ്ഥലമുണ്ടാവും. അവിടെ അവർ വേസ്റ്റ് ഡിസ്പോസലിന് വേണ്ടി, അതായത് ഇവിടെ ബ്രഹ്മപുരമൊക്കെ പോലെ മാലിന്യം കൊണ്ട് നിക്ഷേപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു. ഈ സ്ഥലത്താണ്
ഈ നൂറുകണക്കിന് വരുന്ന ആളുകൾ വീട് വയ്ക്കുന്നത് അല്ലെങ്കിൽ അത് കയ്യേറി ഷെഡുകൾ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഈ ഷെഡുകൾ ഉണ്ടാക്കുന്നത് എന്താണ്? അവിടെ സ്ഥലം കയ്യേറാൻ വേണ്ടിയിട്ടാണ്. അത് കയ്യേറ്റമാണ് എന്ന് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ നടത്തിയിട്ടുള്ള പരിശോധനയിൽ വ്യക്തമായിട്ടുണ്ട്. എന്ന് മാത്രമല്ല അവിടുത്തെ എയർ പൊല്യൂഷൻ അടക്കം വളരെ കൂടുതലാണ്. അപ്പോൾ അവിടെ ജീവിക്കുന്നത് അപകടകരമാണ്, അവരുടെ ജീവന് ഭീഷണിയാണ് എന്ന് കണ്ടുകൊണ്ടാണ് സർക്കാർ അവിടുന്ന് ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് ഇവരോട് പറയുന്നത്. അപ്പോൾ പലതവണ ഇവർക്ക് മറ്റിടങ്ങളിലേക്ക് പോകാൻ അവസരം കൊടുത്തു, അതിനുവേണ്ടി ചർച്ചകൾ നടത്തി. പക്ഷേ ആ വന്ന ആളുകൾ അത് ലോക്കൽസ് അല്ല, പുറമേ നിന്ന് വന്ന ലാൻഡ് ഗ്രാബേഴ്സാണ്. അതായത് ഭൂമി തട്ടിയെടുക്കാൻ വരുന്ന, സർക്കാർ ഭൂമികൾ തട്ടിയെടുക്കുന്ന തരത്തിലുള്ള ആളുകളാണ്. അപ്പോൾ അവരോട് പലതവണ പറഞ്ഞിട്ടും അവർ പോകാൻ കൂട്ടാക്കാതെ അത് കയ്യേറി വെച്ചിരിക്കുന്ന സാഹചര്യത്തിൽ സർക്കാരിന് നടപടിയെടുത്തേ പറ്റൂ. പലതവണ അവർക്ക് നോട്ടീസ് കൊടുക്കുകയും ഒഴിഞ്ഞു പോകാൻ പറയുകയൊക്കെ ചെയ്തിട്ടും അതൊന്നും കൂട്ടാക്കാതെ അവരവിടെ തന്നെ നിന്നപ്പോഴാണ് ഒടുവിൽ സർക്കാരിന് കടുത്ത നടപടി സ്വീകരിക്കേണ്ടി വന്നത് എന്ന് കൃത്യമായി DK ശിവകുമാർ പറയുന്നുണ്ട്. അത് കർണാടകയിലെ മുഴുവൻ ചാനലുകളും കാണിക്കുന്നുണ്ട്. കർണാടകയിൽ അവിടുത്തെ ഭരണകൂടത്തിനൊപ്പമുള്ള ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള അവിടുത്തെ CPM-നും അവിടുത്തെ LDF-ന്റെ പാർട്ടികൾക്കും ഇത് കൃത്യമായി മനസ്സിലായിട്ടുമുണ്ട്. അവരവിടുത്തെ സർക്കാരിനൊപ്പവുമാണ്. ഇവിടുത്തെ CPM-നും CPM നേതാക്കൾക്കും മാത്രമാണ് ഇത് മനസ്സിലാവാത്തത്. അവർ കോൺഗ്രസിനെ മുസ്ലിം വിരുദ്ധരായി ചിത്രീകരിക്കുന്ന തിരക്കിലാണ്. എന്താ കാരണമെന്ന് ഇപ്പോൾ ഏറെക്കുറെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. വെള്ളാപ്പള്ളിയെപ്പോലെ മലപ്പുറത്തെയും മുസ്ലിങ്ങളെയും പച്ച ചീത്ത വിളിച്ച് 24 മണിക്കൂറും അധിക്ഷേപിച്ചു നടക്കുന്ന ഒരാളെ അയ്യപ്പ സംഗമത്തിലൊപ്പം വാഹനത്തിൽ കൊണ്ടുവന്ന് മതനിരപേക്ഷതയുടെ മൊത്ത കച്ചവടക്കാരനെന്ന നിലയിൽ വാഴ്ത്തി ഒരു സൈഡിൽ നിർത്തിയപ്പോൾ ഈ കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ തീരുമാനിച്ചതാണ് പിണറായി സർക്കാരിനെയും ഇനി ഭരിക്കാൻ അനുവദിക്കില്ല എന്ന്. അതുകൊണ്ടാണ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം വോട്ടുകൾക്കൊപ്പം ക്രിസ്ത്യൻ വോട്ടുകളും വ്യാപകമായിട്ട് ഹിന്ദു വിശ്വാസികളിൽ സംഘപരിവാർ വിരുദ്ധരായിട്ടുള്ള സകല മതനിരപേക്ഷ വിശ്വാസികളും വ്യാപകമായിട്ട് CPM-നെ കൈയൊഴിഞ്ഞ് UDF-ന് അല്ലെങ്കിൽ കോൺഗ്രസ്സിന് വോട്ട് ചെയ്തത്. അതുകൊണ്ടാണ് ക്രിസ്ത്യൻ വോട്ട് ബാങ്കുകൾ വളരെ കൂടുതലുണ്ടായിരുന്ന കോട്ടയം, പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി ജില്ലകളിലൊക്കെ കോൺഗ്രസിൻ്റെ വലിയ മുന്നേറ്റമുണ്ടായത്. മലബാറിൽ, മലപ്പുറം ജില്ലയിലൊക്കെ ഒരു രക്ഷയുമില്ലാത്ത മുന്നേറ്റമാണ് കോൺഗ്രസിനുണ്ടായത്. കണ്ണൂരിൽ കണ്ടതാണ്, കോഴിക്കോട് നമ്മൾ കണ്ടു. അപ്പോൾ ന്യൂനപക്ഷങ്ങൾ കൂട്ടത്തോടെ കോൺഗ്രസിലേക്ക് പോകുന്നു. മതനിരപേക്ഷരായ ഹിന്ദു വിശ്വാസികൾ CPM-നെ കൈയൊഴിഞ്ഞ് അവിടെയും ഹിന്ദു വോട്ട് ബാങ്ക് ചോരുന്നു. ഇപ്പോൾ കുറച്ചുകൂടി തീവ്ര നിലപാടുള്ള വർഗീയതയെ കൂട്ടുപിടിക്കുന്ന ഹിന്ദു വിശ്വാസികൾ അവർ BJP-ക്ക് വോട്ട് ചെയ്യുന്നു. അങ്ങനെ CPM-ന്റെ വോട്ട് ബാങ്ക് മൊത്തം പൊളിഞ്ഞിരിക്കുക. പണ്ടൊക്കെ ന്യൂനപക്ഷ സംരക്ഷകരാണ്, പൗരത്വ ഭേദഗതി നിയമം ഇവിടെ നടത്തില്ല എന്ന് പറഞ്ഞ പിണറായി ഇവിടെ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയെന്ന് നമുക്കറിയാം. അതുപോലെ ആഭ്യന്തര വകുപ്പ് എത്രത്തോളം ന്യൂനപക്ഷ വിരുദ്ധമായ നടപടികൾ സ്വീകരിച്ചു എന്ന നിലയിൽ ഒരുപാട് പരാതികളുണ്ട്. പാലത്തായിലെ പപ്പൻ എന്ന് പറയുന്ന ഒരു അധ്യാപകൻ പോക്സോ കേസിൽപ്പെട്ടപ്പോൾ അയാൾ ഹിന്ദു ആയതുകൊണ്ട് കുടുക്കി എന്ന് പറഞ്ഞത് ഒരു CPM നേതാവാണ്, BJP-ക്കാർക്കൊപ്പം നിന്നുകൊണ്ട് പറഞ്ഞത്. അങ്ങനെ BJP ഏതാ CPM ഏതാ തിരിച്ചറിയാൻ പറ്റാത്ത പല സാഹചര്യങ്ങളും കേരളത്തിൽ ഉണ്ടാകുന്നുണ്ട് സഖാക്കളെ. അപ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾ കോൺഗ്രസിനൊപ്പം നിൽക്കും. പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷങ്ങൾ വെള്ളാപ്പള്ളിയെപ്പോലുള്ളൊരു നേതാവിനെ ഇപ്പോഴും ന്യായീകരിച്ചു മെഴുകുന്ന, മലപ്പുറത്തെയും മുസ്ലിങ്ങളെയും പച്ച ചീത്ത വിളിക്കുകയും വർഗീയ വിഷ കലക്കുകയും ചെയ്യുന്ന അതുപോലുള്ള ആളുകളെ ഒപ്പം കൂട്ടുന്ന CPM-നെ ന്യൂനപക്ഷങ്ങൾ എങ്ങനെ വിശ്വസിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകൾ വ്യാപകമായി കോൺഗ്രസിനൊപ്പം നിൽക്കുന്നു, UDF-നൊപ്പം നിൽക്കുന്നു. ഇത് കണ്ട് വിറളി പൂണ്ട സഖാക്കൾ ആദ്യം ഈ മുസ്ലിം സമൂഹത്തെ മുഴുവൻ ജമാഅത്തി ഇസ്ലാമികൾ, തീവ്രവാദികൾ എന്നൊക്കെ പറഞ്ഞ് പല വിധത്തിൽ ആക്ഷേപിക്കാൻ തുടങ്ങി. അത് ക്ലച്ച് പിടിക്കാതെ വന്നപ്പോഴാണ് കോൺഗ്രസ്സുകാർ BJP-ക്കൊപ്പം നിൽക്കുകയാണ്, അവർ BJP അജണ്ട നടപ്പാക്കുന്നവരാണ്, അവർ പറയുന്നത് മുഴുവൻ BJP-ക്ക് വേണ്ടിയാണ്, അവർ ന്യൂനപക്ഷ വിരുദ്ധരാണ്, രാജ്യവ്യാപകമായി കോൺഗ്രസ് ന്യൂനപക്ഷത്തിനെതിരാണ് എന്നൊക്കെ പറഞ്ഞ് പുതിയ കഥ കൊണ്ടുവരുന്നത്. നോക്കുക, ഉത്തരേന്ത്യയിലെ ബുൾഡോസർ രാജ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ പതിറ്റാണ്ടുകളായി ഒരു ഭൂമിയിൽ താമസിക്കുന്ന, ഒരു തരത്തിലുള്ള പ്രശ്നവുമില്ലാതെ കഴിഞ്ഞു പോകുന്ന ന്യൂനപക്ഷങ്ങളുടെ വീടുകളിലേക്ക് ഒരു സുപ്രഭാതത്തിൽ ബുൾഡോസർ വരികയാണ്. അതിന് പല കാരണങ്ങൾ അവർ പറയും. പക്ഷേ അതിന് മുന്നോടിയായിട്ട് അവിടെ എന്തെങ്കിലും ഒരു സംഘർഷമോ ഒരു പ്രശ്നമോ ഉണ്ടായിട്ടുണ്ടാവും. അതായത് സംഘപരിവാറുകാരും ന്യൂനപക്ഷങ്ങളും തമ്മിൽ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായിട്ടുണ്ടാവും. അതിന് തൊട്ടു പിന്നാലെയാണ് പൊടുന്നനെ പോലീസ് വന്നിട്ട് ഈ ബുൾഡോസർ കൊണ്ട് വീടുകൾ ഇടിച്ചു നിരത്തുന്നത്. ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല. ഇവിടെ കാലങ്ങളായിട്ട് അവിടുത്തെ ജനങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ അവിടെ ഈ കയ്യേറ്റം നടത്തിയവർക്ക് ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ടുള്ള നോട്ടീസ് കൊടുക്കുന്നുണ്ട്, അവരോട് മാറാൻ പറയുന്നുണ്ട്. ഒക്കെ ചെയ്തിട്ടും അവർ ആ കയ്യേറ്റം തുടർന്ന സാഹചര്യത്തിലാണ് വേറെ ഒരു വഴിയുമില്ലാതെ അവിടുത്തെ സർക്കാർ ഈ പണി ചെയ്തത്. അതായത് അവിടുന്ന് പിടിച്ച് പുറത്താക്കിയത്. അവിടെ ഈ കോൺഗ്രസ് മുസ്ലിം വിരുദ്ധരാണ്,
കോൺഗ്രസിൻ്റെ ബുൾഡോസർ രാജാണ് എന്നൊക്കെ പറഞ്ഞു വരുന്ന CPM-ൻ്റെ ലക്ഷ്യം കേരളത്തിൽ ഉൾപ്പെടെ കോൺഗ്രസിൻ്റെ പ്രസക്തി നഷ്ടപ്പെടുത്തുക, അല്ലെങ്കിൽ കോൺഗ്രസ് സംഘപരിവാറിനെതിരാണ്, കോൺഗ്രസ് ഈ പറയുന്ന ന്യൂനപക്ഷ സംരക്ഷകരാണ് എന്ന ഒരു വിശ്വാസം മുസ്ലിങ്ങൾക്കിടയിൽ, ക്രിസ്ത്യാനികൾക്കിടയിൽ നഷ്ടപ്പെടുത്തുക, അതുവഴി മുസ്ലിം വോട്ടുകൾ തിരിച്ചു പിടിക്കുക എന്നുള്ള ലക്ഷ്യമൊക്കെയാണ് CPM ഇതിലൂടെ നടത്താൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ അതൊക്കെ തകർന്നടിയുകയാണ്. അതുകൊണ്ടാണ് അവിടെ പോയ റഹീമിന് പോലും കൃത്യമായി മറുപടി നൽകാതെ ബബ്ബ അടിക്കേണ്ടി വന്നത്. നിങ്ങൾ ഓഡിറ്റ് നടത്ത്, പ്യുവറാണ്, അതാണ് ഇതാണ് എന്നൊക്കെയാണ് പറയുന്നത്. എന്താണ് അവിടുത്തെ യഥാർത്ഥ സാഹചര്യം എന്ന് പോലും മനസ്സിലാക്കാതെ ഇവിടെ നിന്ന് ഇഞ്ചക്ട് ചെയ്ത് വിട്ട സാധനം അവിടെ പോയി നടപ്പാക്കാൻ ശ്രമിച്ചാൽ അത് ചോദ്യം ചെയ്യുന്നവരുടെ മുമ്പിൽ പകച്ചു നിൽക്കേണ്ടി വരും, ചൂളി നിൽക്കേണ്ടി വരും. അത് തന്നെയാണ് ഇപ്പോൾ റഹീമും സംഭവിച്ചിരിക്കുന്നത് എന്ന് തന്നെയാണ് പറയാനുള്ളത്. അവിടുത്തെ CPM-നോ അവിടുത്തെ ഇന്ത്യ മുന്നണിയിലെ മറ്റ് കക്ഷികൾക്കോ പ്രശ്നമില്ലാത്ത ഇന്ത്യ മുന്നണി ഭരിക്കുന്നൊരു സംസ്ഥാനത്ത് പോയിട്ട് ഇമാതിരി പണി കാണിക്കുന്നത് എന്തിനാണ് എന്നാണ് റഹീമിനോടും DYFയോടും ചോദിക്കാനുള്ളത്. നിങ്ങൾക്ക് ഈ ബുൾഡോസർ രാജിനെതിരെയാണ് പ്രതിഷേധിക്കുന്നത്, നിങ്ങൾ UP-ലേക്ക് പോകും, നിങ്ങൾ അതുപോലെ ബീഹാറിലേക്ക് പോകും, ഹരിയാനയിലേക്ക് പോകും. ഇപ്പോൾ ബുൾഡോസർ രാജ് BJP നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് സ്റ്റേറ്റുകളുണ്ടല്ലോ, അവിടെ പോയിട്ട് ഇതുപോലെ നിൽക്കുക. അപ്പോൾ ജനങ്ങൾ DYFയ്ക്ക് കൈയടിക്കും, റഹീമിന് കൈയടിക്കും. അല്ലാതെ ഒപ്പമുള്ളവരെ ചവിട്ടി വീഴ്ത്തി ദേശീയ തലത്തിൽ ഒന്നിച്ചു നിൽക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ അവരുടെ സംസ്ഥാനത്ത് നിന്ന് വൃത്തികേട് വിളിച്ചു പറഞ്ഞ്, അല്ലെങ്കിൽ അവരെ മോശക്കാരായി ചിത്രീകരിച്ച് അങ്ങനെ ഇവിടെ നേട്ടമുണ്ടാക്കാമെന്നുള്ള ആ തന്ത്രമൊന്നും, അല്ലെങ്കിൽ ആ കുരുട്ട് ബുദ്ധിയൊന്നും ജനങ്ങളപ്പാടെ വിഴുങ്ങില്ല സഖാവേ. ഒന്നും മനസ്സിലാക്കൂ പ്ലീസ്.